യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചെന്ന്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. വളരെ ആഴമേറിയ സത്യങ്ങൾ ഈ ലേഖനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. നിങ്ങൾക്കറിയാം, എന്നാൽ അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് തൂങ്ങിച്ചത്ത യൂദയല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പണ്ടൊരമ്മ പറഞ്ഞു പോലും, തൂങ്ങിച്ചത്താൽ എന്നാ ഒരു ലേഖനം തന്നേച്ച് പോയി. ആ യൂദ അല്ല. ഈ യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. അങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നന്ന്. യേശു ക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ക്ലിപ്തമായിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞാൽ, ഈ യൂദയുടെയും ക്രിസ്തുവേശുവിന്റെയും അമ്മ ഒന്നാണ്, ജനനം 2 വിധത്തിലാണ്. സ്തോത്രം. നിങ്ങൾ ഈ വേദപുസ്തകം പഠിച്ചാൽ ദൈവദാസന്മാർക്കൊക്കെ ഭാഗം ഇതിൽ പരിശോകവും മറ്റേ ടീം പ്രവർത്തനം നടന്നു നല്ലതുപോലെ ആ ഭാഗമൊക്കെ അറിയാം. യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ വായിക്കുന്നിടത്തെല്ലാം 1-2 ഭാഗത്ത് മത്തായി സുവിശേഷത്തിൽ ജനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ 1-2 ഭാഗത്ത്. എന്നാൽ മിക്ക സ്ഥലങ്ങളിലും യേശു ക്രിസ്തു ജനിച്ചെന്നല്ല, യേശു ക്രിസ്തു വന്നു എന്നാ. യേശു ക്രിസ്തു വന്നു. ക്രിസ്തുവേശു ലോകത്തിലേക്ക് വന്നു. അപ്പൊ ഈ വന്നു എന്നുള്ള പ്രയോഗം വരുമ്പം സൂക്ഷ്മമായി പഠിച്ചാൽ നേരത്തെ ഉള്ളയാളാ. P.A. മാത്യു പാസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച ആളല്ല, ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ജനിച്ചു വന്നതല്ല. ഞാൻ എൻ്റെ പേരങ്ങ് പറയുന്നുള്ളൂ. അനീഷ് കാവാലം ഇന്ന് രാത്രി വന്നു, ഞാൻ ഇപ്പം ജനിച്ച അല്ല, നേരത്തെ ഉള്ളയാളാണ്. അപ്പൊ യേശു ക്രിസ്തു വന്നു എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ജനിച്ചയാളല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ദൈവത്തിന് ആരും കണക്കിടരുത്. 50 കൊല്ലം 100 കൊല്ലം 1000 കൊല്ലം 10000 കൊല്ലം ഒന്നുമല്ല. നമുക്ക് ചിന്തിക്കാനും നിർണയിക്കാനും പറ്റത്തില്ല. അവിടുന്ന് അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാണ്. ഈ സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാട്ടത്തെയും നക്ഷത്രങ്ങളെയും ഗ്യാലക്സികളെയും ഈ കാണുന്ന ഭൂചര ഖേചര വസ്തുക്കളെയും സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ ഉള്ളവനാണ് അവിടുന്ന്. ഈ കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതാ. ഇത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവായി. എബ്രായ ലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് തന്നെ. നിങ്ങൾക്ക് എന്നാ നിങ്ങൾക്ക് ദൈവത്തെ പറ്റി പറയുന്നൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. സ്തോത്രം. നിത്യനായ ദൈവം യേശു ക്രിസ്തു മാത്രം ഏക ദൈവം, യേശു ക്രിസ്തു മാത്രം സത്യദൈവം, യേശു ക്രിസ്തു മാത്രം ജീവനുള്ള ദൈവം, അവിടുന്ന് മാത്രമാ ദൈവം. സ്തോത്രം. അത് യാതൊരു സങ്കോചവും കൂടാതെ തീർത്ത് പറഞ്ഞോണം. പിള്ളേരുടെ ഭാഷ പറഞ്ഞ വാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഈ കോവിഡും എല്ലാം പിന്നെയും വരുന്നെന്ന് കേൾക്കുന്നത്. അപ്പൊ പിന്നെ ഇത് കാര്യം പറഞ്ഞ് വെച്ച് പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഒന്നും പറയാതെ പോകുന്നല്ലേ നല്ലത്. പുള്ളി 50 വർഷം ശുശ്രൂഷ ചെയ്തു, ഒന്നും പറഞ്ഞില്ല. അതിലും നല്ലത് 1 വർഷമേ ചെയ്തുള്ളൂ, പക്ഷെ പറയേണ്ടതെല്ലാം പുള്ളി പറഞ്ഞേച്ചാ അതാ. ചൂടുവെള്ളം കുടിച്ച് ഇവിടെ മെനക്കെട്ടിരിക്കരുത്. സ്തോത്രം. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്.
ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി വന്നതല്ല ക്രിസ്തു. മുഴു ലോകത്തെയും രക്ഷിക്കാനായി യേശു ക്രിസ്തു സ്വർഗ മഹിമകൾ വിടഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തുവേച്ചു കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു. ആമേൻ. മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുധനെ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുധനെ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ വക്താവല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ അറിയുവാനൊക്കും, അംഗീകരിക്കാം, ആരാധിക്കാം, അനുഗമിക്കാം, സ്നേഹിക്കാം, സേവിക്കാം. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. മനുഷ്യനായി ജാതിയല്ല ഒപ്പിച്ചു വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, നിങ്ങൾ കുറഞ്ഞതാ. ഈ ഊളത്തരം ഒന്നും അധികം പറയരുത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസവും പത്രം വായിച്ചപ്പോൾ നിങ്ങളും കണ്ടതാ, വായിച്ചതാ. പുതിയ രാഷ്ട്രപതിയെ നിയമിക്കുന്നല്ലോ. സ്തോത്രം. നന്നായിരിക്കുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾക്കൊരു ചിന്ത, പുള്ളി ഏത് പാർട്ടിയാണെന്നായിരിക്കും. ഇത് പാർട്ടിയുടെ ആളൊന്നുമല്ല, നിഷ്പക്ഷമായിട്ട് കാര്യം പറയുന്നത് നല്ലതാണ്. നല്ല കാര്യം ആര് ചെയ്താലും നല്ലതാണ്, അംഗീകരിക്കുന്നത് നല്ലതാണ്. അല്ല, ഇനിയിപ്പൊ അങ്ങനെ പോയെങ്കിലേ കാര്യമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനായി ജാതിയും തരവും തരംതിരിവും ദൈവത്തിന്. വേദപുസ്തകത്തിലെ പ്രമാണം നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ഒരാടെ സന്തതിയാ ഈ ഇരിക്കുന്ന മുഴുവനും. ഈ ഇരിക്കുന്ന നല്ല ലോകത്തിലുള്ള മുഴുവനും. പിന്നെ ചിലർ നല്ലതുപോലെ വെളുത്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, അത് ഇരുനിറം വിളറിയിരിക്കുന്നു, പരുവക്കേടിരിക്കുന്നു. അതൊക്കെ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഭക്ഷണക്രമം, ജീവിതചര്യ, കാലാവസ്ഥ, ജനന പ്രക്രിയയിൽ കൂടെ വന്ന മാറ്റങ്ങൾ, അതുകൊണ്ടൊക്കെ ആയി പരുവക്കേടി നമ്മളെല്ലാം പലരും ഇരിക്കുന്നത്. ഞാനുമൊക്കെ പരുവക്കേടിൽ അങ്ങനെ ആയതാ. പക്ഷെ ഇത് പുറകോട്ട് പഠിച്ചാൽ ഒറ്റ ഒരാടെ സന്തതിയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്കിത് എടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിനകത്ത് പല കാര്യമൊന്നും വിശ്വാസമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒന്നിച്ചു അല്ലേലിയാ പറയേണ്ട. ഇനിയും പറയേണ്ട, വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ 9 മണി വരെ മൗനമായിട്ടിരുന്നാൽ മതി. അപ്പൊ യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആർക്കും യേശുവിനെ ആരാധിക്കാം, സ്നേഹിക്കാം, അനുഗമിക്കാം. ക്രിസ്തു യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധി സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ആമേൻ. ക്രിസ്തു നമ്മുടെ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനും മയക്കമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം ഒടുക്കുവാൻ ആശ വെച്ച് ആരേലും ഇരിക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല. പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. ഇന്ന് രാത്രി ക്രിസ്തുവേശുവിനായി നീ സമർപ്പിക്ക്. ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും
നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ നാഥന്റെ കാറ്റുവള്ളുന്നോറും പിന്തുടരാൻ മാതൃകയായിരിക്കാൻ, നല്ല മാതൃകയായിരിക്കാൻ. നാഥന്റെ കാറ്റുവള്ളുന്നോറും പിന്തുടരാൻ മാതൃകയായിരിക്കാൻ, നല്ല മാതൃകയായിരിക്കാൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ ആരംഗീകരിക്കും, സ്നേഹിക്കും, സേവിക്കും, അവർക്ക് സമാധാനം കൈവരും. അതെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല, ഓടിച്ചോടിച്ചങ്ങ് പോകുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് അനന്തരം മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിന് പിന്നെയും സന്തതി ഉണ്ടായി. അതുകൊണ്ട് ആ വചനം പഠിക്കുന്നവരും വചനം വിശ്വസിക്കുന്നവരും വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവർ മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിനെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം നിത്യകന്യകയല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, പെന്തിക്കോസുകാർ മറിയത്തെ ആക്ഷേപിക്കും, അപമാനിക്കും. അത് വിവരക്കേട്ട ആരെങ്കിലും പറയുന്നതാ. ആരും വിവരമുള്ള ആരും ആ അമ്മയെ ആക്ഷേപിക്കില്ല. ഇതുപോലെ നല്ലൊരു അമ്മ ഉലകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ വിശ്വാസവും. അമ്മ കളിച്ചൊക്കെ നടക്കുന്നുണ്ട് പലരും. സ്തോത്രം. ഇതുപോലൊരമ്മ ഇല്ല. ഇതുപോലെ നല്ലൊരു സ്ത്രീ, യോഗ്യയായ, മാന്യായ, അന്തസ്സുള്ള, മികവുറ്റ, കൃപയുള്ള, പ്രാർത്ഥിക്കുന്ന, ആമേ, ഭക്തിയുള്ള, ഭയമുള്ള, ദൈവകൃപയുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള ഒരു അമ്മ. അതുകൊണ്ട് ആ മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ദൂരത്തിരുന്ന ആരെങ്കിലും ഓൺലൈനിലോ അല്ലെങ്കിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനൊന്നും ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടല്ലയോ ആട്ടടയന്മാരും വിദ്വാൻമാരും എല്ലാം ചെന്നപ്പം അമ്മയും മോനും കൂടെ കിടക്കുക. ആ പൊന്നെ മൂര് കുന്തിരിക്കും അതങ്ങോട്ട് കൊണ്ടു ചെന്നിട്ട് അമ്മയുടെ മോൻ്റെ അടുക്ക കൊണ്ട് വെച്ചേച്ച് തള്ളയും കൊച്ചിനെയും കൂടെ ആരാധിച്ചെന്നല്ല, അവനെ നമസ്കരിച്ചെന്ന. തള്ള അടുത്ത് കിടപ്പുണ്ട്, അതൊക്കെ അവിടെ കിടന്നോളും. ആരാധനയ്ക്ക് യോഗൻ അവിടുന്ന്. ഞാൻ ഈ പഴയ പാട്ട് പാടി പ്രസംഗിക്കുന്നത് ചിലർക്കറിയാം. പാട്ടിന് വലിയ ട്യൂണും ഒന്നുമില്ല, സ്വരമൊന്നും അത്ര നല്ലതല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും നന്നായിട്ട് അറിയാം. എന്നാലും സന്ദർഭം വരുന്നത് കൊണ്ട് ഞാൻ പാടുകല്ലെങ്കിൽ പറഞ്ഞു വിടുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീല. അതുകൊണ്ട് ഹാർമോണിയമൊക്കെ വായിക്കാൻ അദ്ദേഹമൊക്കെ കൂടെ ഉള്ളത്. അത് എൻ്റെ പാട്ടിൻ്റെ മെച്ചം കൊണ്ടില്ല, അഥവാ ഒരു അപാകത വന്നാൽ പുള്ളി അത് മാനേജ് ചെയ്തോളൂ. അതിനാണ്, അല്ല നമ്മുടെ ശ്രുതി ഒന്നും ഒത്തിട്ടല്ല. സ്തോത്രം. അതുകൊണ്ട് പഴയ പാട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവിനെ തിരുപ്പറവയുടെ സമയത്ത് അവിടുത്തെ കാണാൻ വന്ന വിദ്വാൻമാര് കൊണ്ട് അർപ്പിച്ചതിനെ പറ്റി സാറ് കൊടുത്തിരിക്കുന്ന ആ പാട്ടിന്റെ വരി നിങ്ങൾക്കെല്ലാം മനപ്പാടമാണ്. വന്നു മാകർ നിന്ന ഡൂക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. വന്നു മാകർ നിന്ന ഡൂക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു ധന്യർ സന്നമിച്ചു കോച്ചിയും നീത നിശങ്കമായി മണവാളനെ ശ്രീനരപതിയെ മണവാളനെ പാത്രമായ ലോകം ആയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ മണവാളനെ ശ്രീനരപതിയെ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക.
ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, കന്നുകാലി ആരാധിക്കരുത്, പാമ്പിനെ ആരാധിക്കരുത്, പട്ടിയെ ആരാധിക്കരുത്, പൂച്ചയെ ആരാധിക്കരുത്, കൊതുകിനെ ആരാധിക്കരുത്, പല്ലി പാറ്റായ ഒന്നിനെ ആരാധിക്കരുത്, വൃക്ഷത്തെ ആരാധിക്കരുത്, അവൻ മണ്ണിനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഉപദേശിമാരെ ആരാധിക്കരുത്, സഭയുടെ നേതാക്കന്മാരെ ആരാധിക്കരുത്, മത നേതാക്കന്മാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ യേശു ക്രിസ്തു മാത്രം. Praise the Lord. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി ജീവനെ തന്ന സർവജ്ഞനായ ക്രിസ്തുവേശു, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി കയ്യം കെട്ടി അമ്മയെ കയ്യം കെട്ടിയിരിക്കാതെ എപ്പോഴാ പോകുന്നെന്നറിയാലോ. സ്തോത്രം പറ. കോവിഡ് വല്ലാം മർദ്ദിക്കുക കണ്ടില്ലേ? സ്തോത്രം പറയാൻ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവരെല്ലാം കയറി ആരാധിക്കുക. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട് കേട്ടോ. സ്തോത്രം. ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിടാൻ വിവരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാ ഒറ്റ വാക്കി പറഞ്ഞ. അപ്പൊ ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? അതിന് ഉദാഹരണമായിട്ട് വചനത്തിൽ നിന്നൊരു തെളിവ്. ഇസ്രായേൽ മക്കളെ 430 വർഷം അടിമകളായി മിസ്രയീമിലുണ്ട്. അതിലേതാണ്ട് 215 വർഷം പീഡ. ഒടുവിൽ മോശ മുഖാന്തരം ദൈവം ഇവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇവരെ കുഞ്ഞാട് നേരത്ത് ചോരത്തല ആചരിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിച്ചു. പൗലോസ് പറഞ്ഞല്ലോ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. കുഞ്ഞാട് നേരത്ത് ചോരത്തല ആചരിച്ചവര് ചെങ്കടല് കടന്നു. അത് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ചിലക്ക് ഇപ്പോഴും ഡൗട്ടായി എങ്ങനെ സ്നാനപ്പെടണം. വെള്ളത്തിൽ മുങ്ങിയ സ്നാനം അല്ല, ഇനി അവിടെ ഇട്ട് ഇങ്ങനെ മെഴുക്കി അടിക്കുന്നൊന്നും അല്ല സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. സ്നാനപ്പെടേണ്ട പുള്ളി, സ്നാനപ്പെടുത്തേണ്ട പുള്ളി വെള്ളത്തിൽ. ഡൗട്ട് അടിക്കാതിരിക്കാൻ യേശു കാണിച്ചു തന്നേച്ചാ പോയത്. പിന്നെ നിനക്ക് സംശയമാണ്. യേശു അന്ന് നടന്നാ വന്ന്, അല്ലാതെ എടുത്തോണ്ടല്ല. ഉറങ്ങരുത്, സ്നാനപ്പെടുത്താം, ബാബോ. നടന്നാ വന്ന്, നടന്നു വന്ന് വെള്ളത്തിൽ ഇറങ്ങി മാതൃക കാണിച്ചു വെച്ചാ പോയി. അതെ, അങ്ങനെ സ്നാനപ്പെട്ട് മറുകര കയറി. ഈ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു. പുറപ്പാട് 14 പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ ദൈവം നീക്കി ഇവര് സ്നാനപ്പെട്ട് മറുകര കയറി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 19 വരെ മോശയും ഇസ്രായേൽ മക്കൾ പുരുഷന്മാരെല്ലാം കൂടെ ചേർന്ന് പാടി. 20-ാമത്തെ വാക്യത്തിൽ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. 20-21 സഹോദരിമാര് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ 22 ഇവര് ശൂർ മരുഭൂമിയിൽ വന്നതായിട്ടാണ് നമ്മൾ പുറപ്പാട് 15-22 വായിക്കുന്നത്. അപ്പോൾ 15-ാം അധ്യായത്തിൽ ആരാധനയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്യം പറഞ്ഞാൽ, മിസ്രയീമിൽ 430 വർഷം കിടന്നിട്ട് ആരാധിച്ചെന്ന് വാക്യമില്ല. കഴിച്ചെന്നും കുഴച്ചെന്നും വാക്യമുണ്ട്. മണ്ണ് കുഴച്ച്, അപ്പൊ കുഴച്ചെന്നുമുണ്ട് വാക്യം, കഴിച്ചെന്നുമുണ്ട്. ആരാധിച്ചെന്ന് വാക്യമില്ല. പിന്നെ ആരാധിച്ചപ്പോഴാ ചെങ്കടൽ കിടന്ന് അക്കരെ കയറിയപ്പോഴാ. അങ്ങനെയെങ്കിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവപ്രസാദം ഉളവാകും. പ്രൈസ് ദി ലോർഡ്.
ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച സൂത്രവാക്യമൊന്നുമല്ല, ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഞാനാണ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, അതിനുശേഷമായി പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അല്ലാതെ പെന്തിക്കോസുകാരൊന്നും പഠിപ്പിച്ചതല്ല. അങ്ങനെ ധരിക്കരുത്. പെന്തിക്കോസുകാരെല്ലാം കൂടെ പഠിപ്പിച്ച് പുള്ളീനെ ഇറക്കി കളത്തിലേക്ക് വിട്ടേക്കുന്ന അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ ഒരു ക്രൈസ്തവ പാരമ്പര്യം പോലും എനിക്കില്ല. സ്തോത്രം. സാക്ഷ്യമൊന്നും പറയുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാണ്. അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ് പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം, സുഖമില്ലാത്ത സമയമാണ്, അങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അതിനുശേഷമായിട്ടാണ് ഈ ബൈബിള് കയ്യിലെടുത്ത് വായിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി ഇതാ ശരിയായ സ്നാനമാണ്. അതായി പറയാനാണ്, അല്ലാതെ ആരുടെ മക്കാലത്ത് പിടിച്ച് പറയുകയല്ല. സ്തോത്രം. ദൈവത്തെ ആരാധിക്കണം. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, നിങ്ങൾക്കറിയാം ഈ യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത പലതുണ്ട്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അത് ക്രമീകരിച്ചു വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു കാരണം, ഈ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. നിത്യത. മറ്റ് 20 ലേഖനത്തിലും നിത്യത എന്ന പദം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ട് പല ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. സഹോദരി വായിച്ചാട്ടെ, 24-25 വാക്യം, യൂദയുടെ ലേഖനം. മൈക്ക് കൂടെ. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും. ആ പദം കണ്ടോ? സർവകാലത്തിനും മുമ്പും ഇപ്പോഴും. അടുത്ത പദം സദാകാലത്തോളം. 2 പദമാണ് കൊടുത്തിരിക്കുന്നത്. സർവകാലത്തിനും മുമ്പും സദാകാലത്തോളം. വേദപണ്ഡിതാക്കൾ ഈ വാക്യം, ഈ പദം അർത്ഥമാക്കി തരുന്നത്, ഇതിന്റെ ശരിയായ അർത്ഥം പഠിച്ചാൽ നിത്യത എന്ന പദമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സർവകാലത്തിനു മുമ്പും സദാകാലത്തോളം. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 21-22 അധ്യായം നല്ല നിലയിൽ ധ്യാനിച്ച് പഠിച്ചാൽ ആ നിത്യതയെ പറ്റി പൂർണ്ണമായ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞേച്ച് എൻ്റെ ഭാഷയെ പറഞ്ഞ നിത്യതയിലോട്ട് കയറാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സ്തോത്രം. ഇപ്പോൾ ആരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. പിന്നെ പാപ്പച്ചനും വേവിച്ചനും തങ്കമ്മ കൊച്ചമ്മ എല്ലാം മരിക്കുമ്പോൾ നമ്മൾ പിന്നെ നോട്ടീസ് അല്ലല്ലോ അതിന് പറയുന്നത് തന്നെ. പോസ്റ്റും ഫ്ലക്സും ഒക്കെ അടിക്കും പറയുന്നത് പാപ്പച്ചൻ നിത്യത. സ്വഭാവം വെച്ച് നോക്കിയാൽ പോകാൻ ഒരു ചാൻസും ഇല്ല. പാപ്പച്ചൻ്റെ വീട്ടുകാർക്ക് ഇച്ചിരി കാശുള്ളത് കൊണ്ട് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഇപ്പോഴാരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉപദേശം അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിത്യത എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിർണയിക്കാനും ഒക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. എന്തായാലും കൊള്ളാം, നാം നിത്യതയിൽ പ്രവേശിക്കും. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, നിത്യകാലം മുഴുവൻ സത്യമണ്ണവ ഓ ക്രിസ്തുവേശുവോടു കൂടെ വന്നിടും ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും
ഉള്ളങ്കാൽ വന്നുന്നേ തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ കോടി കൂകും നേരത്തോ ഉഷസിൽ വരുമോ കോടി കൂകും ഉഷസ്സിൽ വരുമോ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവമക്കൾ നിത്യതയിൽ പ്രവേശിക്കും. അത് ഓടിച്ചു പോകാം. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ പറഞ്ഞിട്ടുള്ള നിത്യത എന്തുവാന്ന് വെളിപ്പാട് പുസ്തകത്തില്ല. അങ്ങോട്ട് കയറുക. ഇനി നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, യൂദയുടെ ലേഖനത്തിൽ ആകെ 25 വാക്യമേ ഉള്ളൂ. ഒത്തിരി വാക്യം, ഒറ്റ അധ്യായമായി 25 വാക്യം. 20 ഞാൻ എപ്പോഴും പറയും 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയവും ഈ ലേഖനത്തിലുണ്ട്. മുഴുവൻ കാര്യമുണ്ട്. മുഴുവൻ കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത്. ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിക്കണം. 6-ാം വാക്യം, ദൂതലോകത്തെ വിഷയം. നമ്മുടെ കട്ടപ്പനക്കാരനാണോ അവിടെ കാരനവിടെ എന്ന് വർത്താനം പറയുന്നത്? തങ്ങളുടെ വാഴ്ച കുന്തളംപാറയാണോ? അധികം വർത്താനം പറയരുതേ, ശ്രദ്ധിച്ചോണം. ഇവിടെ ഒന്ന് പിടികിട്ടി. എനിക്ക് ഗുണമുള്ള കാര്യം ആ പറയുന്നറിയാം. എന്നാലും ഇങ്ങോട്ട് നോക്കി ഇത് 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മതി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതലാ യൂദ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ലേഖനമല്ല, ദൂതലോകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം യൂദ തുടങ്ങി. ഇത്ര ഈടുറ്റ ലേഖനമാണ്. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പാണല്ലോ ദൂതന്മാരുടെ വീഴ്ച. യെശയ്യാ 14, യെഹെസ്കേൽ 28, ഇരമ്യാവ് 4 ഒക്കെ ചേർത്ത് പഠിച്ചാൽ 31 കൂടെ ചേർത്താൽ യൂദയുടെ ലേഖനവും പത്രോസിന്റെ ലേഖനവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ ആ സംഭവം ദൈവദാസന്മാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൊടുന്നില്ല. തന്നെയല്ല, അവരിപ്പോ തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നു, അവിടെയൊക്കെ കയറി കൈവെക്കാറായോ എന്ന്. ഞാൻ വെക്കുകയല്ല, കൈ വെക്കുന്നതല്ലേ, ഞാൻ അങ്ങ് ഓടിപ്പോവുക. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ ഈ ലേഖനത്തിൽ തുടങ്ങി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം. നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ഒന്നുകൂടെ വായിച്ചോ. അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത്. അപ്പോൾ 6-ാം വാക്യത്തിൽ ദൂതകാലത്തെ കാര്യം, 18-ാം വാക്യത്തിൽ അന്ത്യകാല കാര്യം. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ലേഖനത്തിൽ കൊടുത്തു. എനിക്ക് ഈ ഭാഗമെല്ലാം വേറെ വാക്യവും കൂടെ ചേർത്ത് കോർത്ത് ചില പാട്ടുണ്ട്, പഴയ പാട്ട്, അതുകൂടെ ഇണക്കിയാ വരേണ്ടത്. ഇന്നതിന് മുതിരുന്നില്ല, കാരണം സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. സ്തോത്രം. എനിക്ക് സംസാരിക്കണമെങ്കിൽ കുറഞ്ഞത് ഇങ്ങനെയുള്ള രംഗങ്ങൾ 2 മണിക്കൂർ കിട്ട് കാണാൻ നല്ലതാണ്. അത് പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടോ ഡീപ്പായിട്ട് പോകുന്നുണ്ടില്ല, നമ്മൾ ഈ പാട്ടുകൂടെ പാടുന്നത് കൊണ്ടാണ്. പാട്ടില്ലെങ്കിൽ ഒരു 40 മിനിറ്റുള്ള സാധന കയ്യിൽ ഉള്ളു. പിന്നെ പാട്ടുകൂടെ ഇടുന്നത് കൊണ്ടാണ് ഇത്. അത് അങ്ങനെ അതിൻ്റെ പരിപാടി. അപ്പം എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾ ഭാരപ്പെടണ്ട, നമുക്ക് കൃത്യസമയത്ത് നിർത്താം. നോക്കട്ടെ. അപ്പൊ എന്തായാലും ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തു. ഇത് ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക, സൂക്ഷിച്ചോണം. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്തുവാ? ഗ്രേസ് മിഷൻ ഓഫ് ഇന്ത്യ അല്ലേ? സൂക്ഷിച്ചോണം. ഇതിന്റെ പ്രസിഡന്റ് ആരാ? സൂക്ഷിച്ചോണം. സെക്രട്ടറി ആരാ? സൂക്ഷിച്ചോണം.
കമ്മിറ്റിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചോണം. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. പരസ്യയോഗം നടത്തുമ്പോൾ സൂക്ഷിച്ചോണം. ചിലപ്പോൾ അടി വരാൻ സാധ്യത. കണ്ണുമടച്ചെന്ന് തന്നെ അങ്ങ് പറയരുത്, ഒന്ന് നോക്കിയോണം. സൂക്ഷിച്ചോണം. മൈക്ക് കൈ കിട്ടിയ പോതക്കേട് വിളിച്ച് പറയരുത്, സൂക്ഷിച്ചോണം. പോതക്കേട് പറഞ്ഞവരുടെ മൈക്ക് അറവ കൊടുത്താൽ നിങ്ങളെല്ലാം മണ്ടിക്ക് പൊക്കോണം. പുള്ളി അവിടെ നിന്ന് പറഞ്ഞേച്ച് കിട്ടുന്നത് മേടിച്ചോണ്ട് സൂക്ഷിച്ചോണം. എല്ലാവരും സൂക്ഷിക്കണം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചു നോക്കുക എന്ന് തോന്നല്ലോ. സൂക്ഷിച്ചോണം. അതാണ് 4 ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ 1-ാം വാക്യം വായിച്ചാട്ടെ ദൈവദാസി. യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും അവിടെ സൂക്ഷിച്ചു അവിടെ സൂക്ഷിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചു. 6-ാമത്തെ വാക്യത്തിൽ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചു. 21-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അവനവനെ സൂക്ഷിച്ചോണം. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിന്നാൽ വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നു, ദൂതന്മാരെ പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ തങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അങ്ങനെ സൂക്ഷിച്ച് 24-ാം വാക്യം. ഇങ്ങനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ വീടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതാമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതാമൻ ചുറ്റിലും നേരം വീഴാതെ ഈ മരുമാസം